നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു കോവയ്ക്കക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് നമുക്കിപ്പോൾ കോവയ്ക്ക നീളത്തിലരിഞ്ഞതുണ്ട്, ചുവന്നുള്ളി, വെളുത്തുള്ളി, മുട്ട, പച്ചമുളക്, വേപ്പില, കടുക്, പിന്നെ ഞാൻ കുറച്ച് കൊത്തുമുളക് എടുത്തിട്ടുണ്ട്, ഉപ്പ്. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനൊരു പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ചുവന്നുള്ളി, വെളുത്തുള്ളി നമ്മുടെ ചുവന്നുള്ളി വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കൊത്തുമുളക് ഇടുന്നുണ്ട്. അത് ശരിക്കും ഒന്ന് നല്ലവണ്ണം ആയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ ഇതിൽ മുളക് പൊടി ഇടണില്ല, ഞാനിതിൽ പച്ച മുളകിട്ടതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. എന്നിട്ട് അത് ആയിക്കതിന് ശേഷം നമ്മുടെ നീളത്തിൽ അരിഞ്ഞ് വെച്ച് കോവയ്ക്ക ഇടാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊക്കെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് സെറ്റാക്കാം. ഇതിലേക്ക് നമ്മൾ മുട്ട ആഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് അത് നന്നായി ഇളക്കി മൂടി വയ്ക്കുക. മൂടി വെക്കണമെന്നില്ല, ഇതായതുകൊണ്ട് നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി എടുത്ത് വയ്ക്കുക. അതോടെ